ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മഹത്തായ ഈ ചടങ്ങിൽ മീഡിയ വണ്ണിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്ന ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ വയലാർ രവി, ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാർ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യനായ മന്ത്രി കെ ബാബു, സദസ്സിലിരിക്കുന്ന ജനപ്രതിനിധികളെ, സാംസ്കാരിക പ്രവർത്തകരെ, സമുദായ നേതാക്കളെ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ച സ്രഷ്ടാവും കരുണാവാരിധിയുമായ ഈശ്വരൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയുമാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതോടൊപ്പം ഈ സദസ്സിനോട് ഞാൻ സംസാരിക്കുന്നത് വളരെ വിനയാന്വിതനായിക്കൊണ്ടാണ്. മാധ്യമം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. ഇതിന് തുടക്കം കുറിച്ചത് ഒരു മതപണ്ഡിതനായ, എന്നാൽ ദീർഘദൃഷ്ടിയും ഉൾക്കാഴ്ചയുമുള്ള ബഹുമാന്യനായ KC അബ്ദുള്ള മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ ധീരമായ നേതൃത്വമാണ് മാധ്യമം എന്ന പത്രം തുടങ്ങുവാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ ഉദ്ദേശവുമായി ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ബഹുമാന്യനായ വൈക്കം മുഹമ്മദ് ബഷീറിനെയായിരുന്നു സമീപിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു പത്രം ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ പത്രാധിപരായി PK ബാലകൃഷ്ണനെ തന്നെ വേണം. കാരണം അറിയപ്പെടുന്ന ധിക്കാരിയാണ് അദ്ദേഹം. ബാലകൃഷ്ണന് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി, ബാല, ഇവർ മനുഷ്യർക്ക് വേണ്ടി ഒരു പത്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നീ അതിൻ്റെ പത്രാധിപസ്ഥാനം ഏറ്റെടുക്കണം. PK ബാലകൃഷ്ണൻ എന്ന ധിക്കാരി അത് ഏറ്റെടുത്തു. കൂടെ KA കൊടുങ്ങല്ലൂരുമുണ്ടായിരുന്നു. ഈ 3 വ്യക്തിത്വങ്ങളെയും സ്മരിക്കാതെ ഇത്തരമൊരു ചടങ്ങിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. അവർ ചെയ്ത സേവനങ്ങളെല്ലാം പുണ്യകർമ്മങ്ങളായി സ്വീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് മാധ്യമത്തെ
മുന്നോട്ട് നയിച്ചവരിൽ പ്രധാനിയാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്ന ബഹുമാന്യനായ KA സിദ്ദീഖ് ഹസൻ സാഹിബ്. അദ്ദേഹം ഒരു രോഗചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ ആയുർവേദ ആശുപത്രിയിലാണുള്ളത്. രോഗചികിത്സ എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. സുഖചികിത്സയല്ല എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ. സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ഗൾഫിൽ ഇതിനെ മുന്നോട്ട് നയിച്ച VK ഹംസ അബ്ബാസ് സാഹിബ്. അദ്ദേഹവും ഇപ്പോൾ നമ്മുടെ ഈ സദസ്സിലില്ല, വരുവാൻ സാധ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാന്യനായ C രാധാകൃഷ്ണനടക്കമുള്ള ധാരാളക്കണക്കിന് ആളുകൾ മാധ്യമത്തിൻ്റെ വഴികാട്ടികളായി മുന്നിൽ നടന്നിട്ടുണ്ട്. അവർ വരച്ചു വെച്ച പാതയിലൂടെയാണ് ഇപ്പോഴും മാധ്യമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു തുടർച്ച മാത്രമാണ് മീഡിയ വൺ ചാനൽ. പ്രിൻ്റ് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തിന് അവർ ഫലപ്രദമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ രംഗത്തേക്ക് കൂടി പ്രവേശിക്കാതെ തരമില്ല എന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ് വലിയ സാഹസം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ വിനയാന്വിതമായി ഇവിടെ ഓർക്കുകയാണ്. മാധ്യമത്തിന് നിലനിൽക്കാൻ പ്രയാസമാകും എന്ന് വിചാരിച്ചവരുണ്ട്. അരപതിറ്റാണ്ടുകാലവും ഒരു പതിറ്റാണ്ടുകാലവും മാത്രം അതിന് ആയുസ് വിധിച്ചവരുമുണ്ട്. മാധ്യമം പോലെ വിനയാന്വിതമായ ഒരു തുടക്കത്തിൽ വിനയാന്വിതമായി തുടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു പത്രത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്ന് അവരൊക്കെ ശങ്കിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു പത്രമായി ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അത് പുരോഗതിയിലേക്കാണ് നീങ്ങുന്നത്. മീഡിയ വൺ ആരംഭിക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുക? നിങ്ങൾ പരസ്യത്തിൽ ചില മൂല്യങ്ങൾ പാലിക്കുന്നവരാണല്ലോ. ആ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ലാഭകരമായി ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞങ്ങൾ വിചാരിക്കുന്നത് പത്രക്കാരും ചാനലുകാരും നിർബന്ധം പിടിക്കുന്നുവെങ്കിൽ പരസ്യദാതാക്കളായ ആളുകൾക്ക് മാറേണ്ടി വരും എന്നാണ്. കൂടുതൽ സഭ്യമായ പരസ്യങ്ങൾ, സംസ്കാര സമ്പന്നമായ പരസ്യങ്ങൾ നിർമ്മിക്കുവാനും അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ കാണിക്കുവാനും അവർ തയ്യാറാകും. പത്രങ്ങളും മാധ്യമങ്ങളും അല്പവും കൂടി വാശി പിടിച്ചാൽ അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നേരാണെങ്കിലും നേരല്ലെങ്കിലും വാർത്ത ജനങ്ങൾക്ക് നേരത്തെ എത്തിക്കണം എന്നാണല്ലോ ചാനലുകാരുടെ പ്രമാണം. ആളുകൾ ചോദിക്കുന്നത്, വാർത്തകൾ നേരത്തെ എത്തിക്കുവാനുള്ള നിങ്ങളുടെ പരിശ്രമത്തിൽ നേര് മാത്രം ജനങ്ങളോട് പറയുക എന്നതിൽ എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നാണ്. ഞങ്ങൾ തീരുമാനിക്കുന്നത് നേരം അല്പം വൈകിയാലും ജനങ്ങളിലെത്തുന്ന വാർത്ത നേരു തന്നെയായിരിക്കണം എന്നാണ്. അതിൽ നിർബന്ധം പിടിക്കാൻ കഴിയുമെങ്കിൽ
മാധ്യമങ്ങളുടെ പോക്കിൽ ഒരു വഴിത്തിരിവായി മാറുവാൻ മീഡിയ വണ്ണിന് കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വാർത്തേതര പരിപാടികളിലാണ് ഞങ്ങൾക്ക് കൂടുതൽ ആശങ്കകളുള്ളത്. വാർത്തേതര പരിപാടികൾ നടത്തി തഴക്കം നേടിയെടുത്തിട്ടുള്ളവരല്ല ഞങ്ങൾ. നിലവിലുള്ള ചാനലുകൾ കാഴ്ചയുടെ കുറേ ശീലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശീലങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മീഡിയ വൺ എന്ന ഒരു ചാനലിന് ആവശ്യമുണ്ടാകുമായിരുന്നില്ല. കാണാത്ത ഒരുപാട് കാഴ്ചകൾ മലയാളികളെ ഇനിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് കാണിക്കണം. ചില കാഴ്ചകളുടെ മറുവശങ്ങൾ മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ വരേണ്ടതായിട്ടുണ്ട്. ആ മറുവശങ്ങൾ മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ആളുകളുടെ സംവേദനശീലങ്ങളെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ കാഴ്ചകൾ അവതരിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മീഡിയ വൺ ആരംഭിക്കുന്നത് മലയാളിയെ കൂടുതൽ നല്ല മലയാളിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ലോകത്തെങ്ങുമുള്ള മലയാളിയെ കൂടുതൽ നല്ല മലയാളിയാക്കി മാറ്റുന്നതിന് വേണ്ടി, ആളുകൾക്ക് കണ്ടിരിക്കാൻ കഴിയുന്ന ആകർഷകമായ പരിപാടികളിലൂടെ അതെങ്ങനെ സാധ്യമാകും എന്നത് മീഡിയ വണ്ണിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. ആളുകൾക്ക് വിവരം മാത്രം കൊടുത്താൽ പോരാ, അറിവ് മാത്രം നൽകിയാൽ പോരാ. അവർക്ക് ഉൾക്കാഴ്ച നൽകണം, അവർക്ക് സംസ്കാരം നൽകണം, അവരിൽ നന്മ നട്ടുപിടിപ്പിക്കണം, വ്യക്തികളെ നന്നാക്കിയെടുക്കണം, കുടുംബത്തിൻ്റെ ഭദ്രതയിലേക്ക് കുടുംബങ്ങളെ നയിക്കണം, ഏറ്റവും പ്രയോജനാത്മകമായിട്ടുള്ള സാംസ്കാരിക ബോധം അവരിൽ നട്ടുപിടിപ്പിക്കണം. ഇത് ഗൗരവമുള്ള ഒരു ഏർപ്പാടാണ്. ഞങ്ങളോടൊപ്പം നല്ല ഒരു ടീം വന്നു ചേർന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുതുയുഗ പിറവിക്ക് ആഗ്രഹിക്കുന്ന യുവാക്കളുടേതായ ഒരു ടീം. അവർക്ക് നല്ല നേതൃത്വം നൽകാൻ പറ്റുന്ന പരിചയസമ്പന്നരുടെ ഒരു ടീം. ഈ രണ്ട് ടീമുകളും ചേർന്നുകൊണ്ട് ഒരു ടീമായി വർത്തിച്ചുകൊണ്ട് കാഴ്ചയിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുവാൻ മീഡിയ വണ്ണിന് കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാധ്യമത്തെ സ്വീകരിച്ചു വന്ന എല്ലാ ആളുകളും മീഡിയ വണ്ണിനെയും സ്വീകരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. മാധ്യമത്തിന് ഉള്ള ലിമിറ്റേഷൻസ് എന്തുണ്ടോ ആ ലിമിറ്റേഷൻസിനെ കൂടി മറികടന്നുകൊണ്ടുള്ളതായിരിക്കും മീഡിയ വൺ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൃശ്യ മാധ്യമ രംഗത്ത് ഒന്നാമതാകണം എന്നാണ് ഞങ്ങളുടെ വിനീതമായ ആഗ്രഹം. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ആശീർവാദവും ഉപദേശ നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.